ചമ്രവട്ടം റെഗുലേറ്റർ പദ്ധതിയുടെ പേരിൽ വലിയ അഴിമതി നടന്നുവെന്നും മുഴുവൻ അഴിമതികളെക്കുറിച്ചും സമഗ്ര അന്വേഷണം നടത്തണമെന്നും UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ, കൺവീനർ അഷ്റഫ് കോക്കൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചമ്രവട്ടം റെഗുലേറ്റർ പദ്ധതിയുടെ പേരിൽ വലിയ അഴിമതി നടത്തിയവരെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതായും UDF നേതാക്കൾ അറിയിച്ചു. അതിന്റെ ഉദ്ഘാടനം സജീവമായി നടന്നു. പക്ഷെ ഇന്നും അതിന് പണം വളരെ ഭീമമായ തുക ചെലവഴിച്ചിട്ടുണ്ട്. ചമ്രവട്ടം റെഗുലേറ്ററി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ കൃഷിക്കോ കുടിവെള്ളത്തിനോ യാതൊരു ഉപകാരമില്ലാത്തൊരവസ്ഥയിലായി ഞങ്ങൾ പല സമരം ചെയ്തു. ഡൽഹി IIT റിപ്പോർട്ട് കൊടുത്തു അതിന്റെ ചോർച്ച നിർത്തുന്നതിന് വേണ്ടി, അതിന്റെ ഷീറ്റുകൾ മാറ്റുന്നതിന്. പക്ഷെ IIT ഡൽഹിയുടെ റിപ്പോർട്ട് മറികടന്നുകൊണ്ട് ബഹുമാന്യനായ കൃഷിക്കുട്ടി മന്ത്രിയായിരിക്കുമ്പോൾ, KT ജലീൽ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കത്തിന്റെ പേരിൽ ഇന്ത്യൻ നിർമ്മിത ഷീറ്റുകൾ ഉപയോഗിക്കുന്നതിന് പകരം വിദേശ നിർമ്മിത ഷീറ്റുകൾ ഇതിന് കട്ടി കുറഞ്ഞ കനം കുറഞ്ഞ ഷീറ്റുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ജലീലിന്റെ ഒരു കത്തിന്റെ പേരിൽ അവിടെ കരാറുകാരന് അമിത ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി 6 കോടി രൂപയാണ്. സമര പോരാട്ടങ്ങളുടെ ആദ്യ പടിയെന്നോണം 24-ന് രാവിലെ 9:30 ചമ്രവട്ടത്ത് UDF ജില്ലാ കമ്മിറ്റി ചെയർമാനും കൺവീനർ അഷ്റഫ് കോക്കൂരും ഏകദിന ഉപവാസം നടത്തും. ഉപവാസ സമരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ AP അനിൽകുമാർ, P അബ്ദുൽ ഹമീദ്, കുറുക്കോളി മൊയ്തീൻ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, P ഉബൈദുള്ള, ആര്യാടൻ ഷൌക്കത്ത്, അബ്ദുറഹ്മാൻ രണ്ടത്താണി, VS ജോയ് തുടങ്ങിയവർ സംവദിക്കും. ജലസേചനം, ഉപ്പുവെള്ളം കയറുന്നത് തടയൽ, ടൂറിസം എന്നീ ഉദ്ദേശങ്ങളോടെ 160 കോടി ചിലവഴിച്ച് ആരംഭിച്ചതാണ് ചമ്രവട്ടം റെഗുലേറ്റർ പദ്ധതി. റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിലെ അപാകതകൾ കാരണം പ്രവൃത്തിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാതെ പോവുകയും പ്രവൃത്തി കമ്മീഷൻ ചെയ്ത സമയത്തു തന്നെ ചോർച്ച ഉണ്ടാവുകയും ചെയ്തു. ചോർച്ച അടക്കുന്നതിനായി 45 കോടി ചെലവഴിച്ച് പുനരുദ്ധ പ്രവർത്തികൾ നടത്തിയിരുന്നു. ഇതുവരുമായി സർക്കാർ ഖജനാവിൽ നിന്നും 200 കോടിയിലധികം രൂപ ഇതിനായി ചെലവഴിച്ചെങ്കിലും പദ്ധതിയുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ഉപയോഗപ്രദമായിട്ടില്ല. നാളിതുവരെ ഒരു തുള്ളി വെള്ളം ശേഖരിക്കാൻ ഈ പദ്ധതി കൊണ്ടായിട്ടില്ല. ജലസേചനത്തിനോ കുടിവെള്ളത്തിനോ ടൂറിസത്തിനോ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ചമ്രവട്ടം റെഗുലേറ്റർ പുനരുദ്ധാര പ്രവൃത്തിക്ക് എഗ്രിമെന്റ് കാലാവധി 5 തവണ ദീർഘിപ്പിച്ചു നൽകി. 4 വർഷം കൊണ്ട് പണി പകുതി പോലും പൂർത്തിയാക്കാനായിട്ടില്ല. ഗുണനിലവാരവും കൃത്യതയും പ്രവൃത്തിയിൽ നിലനിർത്താൻ സാധിച്ചിട്ടില്ല. 32.8 കോടിയുടെ പ്രവൃത്തിയാണിപ്പോൾ എത്തി നിൽക്കുന്നത്. 40 കോടി രൂപയിലാണ്.